ഹായ് ഹലോ നമസ്കാരം, ഐ എം ഉമേഷ്. വെൽക്കം ടു ഗോഡ്സ് ഓൺ ഫ്രാഗ്രൻസസ്. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് ഗോഡ്സ് ഓൺ ഫ്രാഗ്രൻസസിൻ്റെ. ആൻഡ് ഐ അപ്പോളജീസ് ഇൻ അഡ്വാൻസ്. ഒരല്പം മെസ്സി ആയിരിക്കും, കാരണം ഹോപ്പ്ഫുള്ളി ഇനി അങ്ങോട്ടുള്ളതൊക്കെ ചിലപ്പം കുറേ കൂടെ ബെറ്റർ ആവും. എനിവേ, ഇങ്ങനെയല്ലായിരുന്നു എൻ്റെ പ്ലാൻ. ലൈക്ക് ഒരു ബഡ്ജറ്റ് ഫ്രാഗ്രൻസസിനെ പറ്റി സംസാരിക്കണം, അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി ഫ്രാഗ്രൻസസിനെ പറ്റി സംസാരിക്കണം, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൽ ആൾക്കാർക്ക് കിട്ടുന്ന പണി, അത് എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് കിട്ടിയിട്ട് കുറച്ചായി. അതിപ്പം പറയാനുള്ള കാര്യം, അത് കിട്ടാൻ കാരണമായ ഇൻഫ്ലുവൻസർ, ഐ വുഡൻ സേ പുള്ളി കാരണമാണ് എനിക്ക് പണി കിട്ടിയതെന്ന്. പുള്ളി ഇല്ലായിരുന്നെങ്കിലും ചിലപ്പോൾ ഞാനത് മേടിച്ചേനെ. കാരണം എൻ്റെ സ്വഭാവത്തിന് കുറേ ഹൈപ്പൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി, ഫ്രാഗ്രൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ മേടിച്ചേനെ. ബട്ട് ദ തിങ് ഈസ്, പുള്ളിക്കാരൻ 2 ദിവസം മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, പുള്ളിയുടെ ഓൺലൈൻ മീഡിയ ഇൻ്റർവ്യൂ. അതിൽ പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കാര്യം, അതെനിക്ക് കുറച്ച് ഹിപ്പോക്രസി എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ് ടോക്ക് അബൌട്ട് ദിസ്. എനിവേ, പേഴ്സണലി ഐ ലൈക്ക് ഹിസ് വീഡിയോസ്. വളരെ നല്ല കുറേ സംഭവങ്ങൾ പുള്ളി ചെയ്യാറുണ്ട്, നല്ല രീതിയിൽ. എനിവേ, ഐ തിങ്ക് ഐ ഷുഡ് ടെൽ ദ നെയിം ഓഫ് ദാറ്റ് ഇൻഫ്ലുവൻസർ. ഹിസ് നെയിം ഈസ് ലൈഫ് സ്റ്റൈലർ മല്ലു, അജ്മൽ ഖാൻ ലൈഫ് സ്റ്റൈലർ മല്ലു എന്നാണ് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. ആൻഡ് ആൾസോ, according to that, he is the number 1 Indian influencer in Instagram when it comes to perfume. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ തിങ്ക് അതും കൂടെ ഉള്ളതുകൊണ്ട് ഹീ ഷുഡ് ബെയർ മോർ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് വാട്ട് ഹീ ഈസ് ഡൂയിങ്. കാരണം ഈ പുള്ളിയെപ്പോലെ നമ്പർ 1 എന്ന് പറയുന്ന ഒരാൾ ഇപ്പം ഇതിന് വേണ്ടിയിട്ട് പുള്ളി ഡീക്യാൻസ് ചെയ്യുന്നുണ്ട്, പുള്ളി വേറെ നല്ല പെർഫ്യൂംസ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ അതൊക്കെ നിന്നൊക്കെ റവന്യൂ കിട്ടുന്നുണ്ടെന്നായിരിക്കും എൻ്റെ വിശ്വാസം. മേ ബി, ഐ ഡോണ്ട് നോ. ബട്ട് സ്റ്റിൽ, ഒരു പുതുതായിട്ട് ഒരാൾ വന്നു, കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്, അവനെങ്ങനെയെങ്കിലും പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ചിലപ്പോൾ ഏത് പ്രോഡക്റ്റും ചിലപ്പോൾ പ്രൊമോട്ട് ചെയ്യുമായിരിക്കും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഫിനാൻഷ്യൽ ലയബിലിറ്റി വരുമ്പോൾ ആൾക്കാർ അങ്ങനെ ചെയ്യും. പക്ഷെ പുള്ളിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഐ ഹോപ്പ് പുള്ളിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് ദാറ്റ് ഹീസ് വെൽ ഓഫ്. ആൻഡ് അങ്ങനെ ഒരാൾ എല്ലാ പോകുന്ന പെർഫ്യൂംസിൻ്റെയും പ്രൊമോഷൻ ഏറ്റുപിടിക്കുന്നതിൻ്റെ റീസൺ ഐ ഡോണ്ട് നോ. എനിവേ, ഐ പേഴ്സണലി ലൈക്ക് ഹിം. പുള്ളിക്കാരൻ്റെ വീഡിയോസ് എനിക്ക് ഇഷ്ടമാണ്. പുള്ളിക്കാരൻ 1-2 മറ്റേ ഈ കാലൻ ഹെറർ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഐ തോട്ട് ഇറ്റ് വാസ് ഫണ്ണി ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊമോഷൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല. നല്ല പെർഫ്യൂമാണ്, നിങ്ങൾ പ്രൊമോട്ട് ചെയ്തോളൂ. എന്തായാലും ആൾക്കാർ മേടിക്കും, നിങ്ങൾക്ക് ആ പ്രൊമോഷൻ കൊണ്ട് കാശ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ്, നോ പ്രോബ്ലം. പക്ഷേ പ്രൊമോട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് അത് ഒരു പ്രാവശ്യം എന്നല്ല, ഒരു കുറച്ച് ദിവസം കയ്യിൽ വെച്ച് ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ട് ചെയ്യണ്ടേ ബ്രോ? കാരണം ഓക്കെ, ഐ തിങ്ക് ഫസ്റ്റ് ഐ ഷുഡ് ഷോ യു ദ വീഡിയോസ്. ആയിരക്കണക്കിന് ഓർഡേഴ്സ് ഇത് മാത്രമായിട്ട് നമ്മൾ അയച്ചാൽ, ഇത് മാത്രമല്ല ഇതുപോലെ പല സാധനങ്ങളും അയച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ഞാൻ പേഴ്സണലി ടെസ്റ്റ് ചെയ്ത ഫ്രാഗ്രൻസസ് ആണ് ഞാൻ ഇവർക്കൊക്കെ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉറപ്പുള്ള ഫ്രാഗ്രൻസ് കൊടുത്താൽ മാത്രമേ അവർ തിരിച്ച് നമുക്ക് കസ്റ്റമേഴ്സ് ആയിട്ട് വരുള്ളൂ. അപ്പൊ അത് നമ്മൾ പ്രോപ്പർ ആയിരിക്കണം. എന്തുള്ളത് പോലെ പറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല. നമ്മുടെ ക്രെഡിബിലിറ്റി ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവും. ഓക്കെ, ക്രെഡിബിലിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പ് ആവും. ഐ എഗ്രി, 100% ഐ എഗ്രി. പക്ഷേ ക്രെഡിബിലിറ്റി നിങ്ങളുടെ അടുത്ത് പെർഫ്യൂം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് മാത്രം മതിയോ, അതോ നിങ്ങളെ ഫോളോ ചെയ്യുന്നവർക്കൊന്നും വേണ്ടേ? ബിക്കോസ് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ക്രെഡിബിലിറ്റി ഉണ്ട് എന്നുള്ള വിശ്വാസം കാരണം ഞാൻ നിങ്ങൾ പറഞ്ഞ കേട്ടൊരു പെർഫ്യൂം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, പുള്ളി ഒരുപാട് പെർഫ്യൂംസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വാങ്ങിച്ച ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പെർഫ്യൂമിലാണ് എനിക്ക് പ്രോബ്ലം ഉണ്ടായത്. അതുകൊണ്ട് ഐ വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ഓൺലി. ബട്ട് ഐ തിങ്ക് ദാറ്റ് ഹി ഷുഡൻ, എന്താ പറയുന്ന, കാണുന്ന എല്ലാം അങ്ങനെ ചുമ്മാ പ്രൊമോട്ട് ചെയ്യരുത്. എനിക്ക് പുള്ളി പ്രൊമോട്ട് ചെയ്ത ബ്രാൻഡ് ഇതാണ്, ഞാൻ പറയുന്ന ബ്രാൻഡ്. ദിസ് വാസ് ദ പ്രൊമോഷൻ. ടോപ്പ് ഡിസൈനർ ഫ്രാഗ്രൻസ് ക്ലൂസ് 10% പ്രൈസ്, 18,000 രൂപന്റെ ഈ സാധനത്തിന്റെ ക്ലൂ. ക്ലാസിക് ലെതർ ഫ്രം ഓമറേബിൾസ് 1200 രൂപ. ഞങ്ങളുടെ അവന്മാര് മാഗ്നറ്റിക് ക്യാപ്പ് ആളെറിഞ്ഞ് വീഴ്ത്താൻ പറ്റുന്ന ബോട്ടിൽ 1200 രൂപയ്ക്ക് ഇറക്കാൻ പറ്റുന്നുണ്ട്. സോ നൗ വാട്ട്സ് ദ ക്യാഷ്? തമ്മിലുള്ള ഡിഫറൻസ് ഒരു ക്യാഷ് എന്താണ്? ഫ്രാഗ്രൻസ് ഓയിൽ കോൺസെൻട്രേഷൻ കുറച്ച് കുറവാണ് കമ്പയർഡ് ടു ദിസ്. അതുകൊണ്ട് തന്നെ യു മേ ഹാവ് ടു പ്രോബബ്ലി റീഅപ്ലൈ ഇറ്റ് once or twice. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പെർഫോമൻസ് കിട്ടും. ബട്ട് ദാറ്റ്സ് ഓക്കേ, റൈറ്റ്? ഒരു ഫ്രണ്ട്സ് പുതിയ ട്രൈ ചെയ്യണം on a budget എന്ന് ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ ബ്രോ. അതായത് റീഅപ്ലൈ ചെയ്താൽ തീരുന്ന പ്രശ്നമായിരുന്നു ഓംബ്രേബ്ലസിന് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഐ വുഡൻ ബി മേക്കിംഗ് ദിസ് വീഡിയോ. നല്ല പുള്ളി പറഞ്ഞ നല്ല ബോക്സ്, നല്ല ബോട്ടിൽ, സോളിഡ് ക്യാപ്പ്, ഡീസൻ്റ് ആറ്റമൈസർ, ഭയങ്കര അടിപൊളി നല്ല ഡീസൻ്റ് ആറ്റമൈസർ. ബട്ട് സാധനം, അകത്തുള്ള സാധനം, അതിനെപ്പറ്റി പുള്ളി ഒന്നും അധികം പറഞ്ഞിട്ടില്ല. അത് പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഅപ്ലൈ ചെയ്ത് പ്രശ്നം തീരുമെന്നാണ്. പക്ഷേ
റീഅപ്ലൈ ചെയ്ത പ്രശ്നം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഐ ബീൻ എന്താണ് ആ പെർഫ്യൂം കുറച്ച് ആൾ എൻ്റെ ഇരിക്കുകയാണ്. ഞാൻ മാസ്റേറ്റ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണോ എന്ന് വിചാരിച്ചാൽ അതും ചെയ്തു നോക്കി. എല്ലാ തരത്തിലും നോക്കിയിട്ടും ഒരു ഗുണവും കിട്ടുന്നില്ല. അത് നല്ല ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതാ യാർഡ്ലി നല്ല ബോട്ടിൽ, നല്ല ഭംഗിയല്ലേ ബോട്ടിൽ. ആറ്റമൈസർ മോശമാണ്, ബട്ട് ബോട്ടിൽ നല്ലതാണ്. അനദർ ഗുഡ് ബോട്ടിൽ UCBയുടെ നല്ല ക്യാബ്, നല്ല ബോട്ടിൽ, അത്യാവശ്യം നല്ല ആറ്റമൈസർ. നല്ല നോക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് മാത്രം നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഐ ലൈക്ക് ദിസ്. ബട്ട് ഇഡിറ്റിയാണ്. എനിവേ അതല്ല പ്രോബ്ലം, ഇഡിറ്റി പ്രോബ്ലം ആണെന്നല്ല ഞാൻ പറഞ്ഞത്, അത് ഇഡിറ്റിയാണ് എന്ന് പറഞ്ഞത്. എനിവേ അതാണ് കഴിഞ്ഞത്. അത് നല്ല ബോട്ടിൽ, അൾട്രാ ക്യാപ്പ് ആവറേജ്, ബോട്ടിൽ കൊള്ളാം. ആൻഡ് ദെൻ സിമിലർ ആറ്റമൈസർ. ഈശ്വരൻ്റെ ക്യാമറ ലെൻസിലേക്ക് കാണും. എനിവേ വാട്ട് ഐ വാസ് ട്രൈങ് ടു സേ വാസ് സോറി, പെർഫ്യൂമിൻ്റെ മണം അടിച്ചറിയതല്ലേ. എനിവേ ഇതിൻ്റെ അകത്ത് പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് റീഅപ്ലൈ ചെയ്താൽ തീരുന്ന പ്രശ്നമുള്ളായിരുന്നെങ്കിൽ ഐ വുഡൻറ്റ് ഹാവ് മെയ്ഡ് ദിസ് വീഡിയോ. പെർഫ്യൂം കൊള്ളത്തില്ല. 1000-1200 രൂപ വർത്തുള്ള പെർഫ്യൂം അല്ല അവരുടേത്. 1200 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം നല്ല ഒരുപാട് പെർഫ്യൂം ഉണ്ട്. UCB ഉണ്ട്, അജ്മൽ സിൽവർ ഷെയ്ഡ്, ഇതൊക്കെ വളരെ നല്ല പെർഫ്യൂമാണ്. 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഉണ്ട്. റസാസിയുടെ ഫത്താനുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു 1200-300 റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ നിറയെ ഇഷ്ടംപോലെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതും റസാസിയുടെ തന്നെയാണ്. ഇന്ത്യൻ സ്നൗ റേവ് അവരുടെ ഓപ്ഷൻസ് ആർ ദെയർ, ഒരുപാടുണ്ട്. വാല്യൂ ഫോർ മണിയാണ് പക്ഷേ ഇമ്പോർട്ടൻറ്റ്. ആ കൊടുക്കുന്ന കാശിന് വാല്യൂ വേണ്ട. ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇത്. പാർക്ക് അവന്യൂ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫ്യൂം. 200 രൂപയ്ക്ക് 1 or 2 hour ലാസ്റ്റ് ചെയ്യുള്ളൂ. ബട്ട് ഐ പേഴ്സണലി ലൈക്ക് ദിസ് ആമസോൺ വുഡ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ വേറെയും ഉണ്ട്. ഐ ഡോണ്ട് നോ എവിടെ വെച്ചിരിക്കുന്നത്, ഇവിടെ കാണണം. എനിവേ സോറി, ഞാൻ വിഷയത്തിൽ നിന്ന് തന്നെ മാറി. അതായത് പുള്ളിക്കാരൻ ഈ പറയുന്നത് കേട്ടിട്ട് പുള്ളിക്കാരൻ പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ മേടിച്ചു എന്നല്ല പറയുന്നത്. പുള്ളിക്കാരൻ അത് പറഞ്ഞു, അത് കേട്ടപ്പോഴത്തേക്കാണ് ഞാൻ കുറച്ച് ഐ വാസ് ഇൻക്ലൈൻ ടുവേർഡ്സ് ബൈയിങ് ഇറ്റ്. സാധാരണ ഞാൻ എല്ലാത്തിൻ്റെയും എന്താ പറയുന്ന ഡിസ്കവറി സെറ്റാണ് കൂടുതലും മേടിക്കാറ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പെർഫ്യൂംസ് ആകുമ്പോൾ EM5 അവരുടെ എല്ലാത്തിൻ്റെയും ഡിസ്കവറി സെറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ബാക്കി ഡിസ്കവറി സെറ്റ്സും ഉണ്ട്, അത് ഇവൻച്വലി ഞാൻ കാണിക്കാം. ബട്ട് ദാറ്റ് വാസ് നോട്ട് ദ പോയിൻറ്റ്. എനിവേ അങ്ങനെയുള്ള ഡിസ്കവറി സെറ്റ് വാങ്ങിക്കുന്നതിന് ഇത് മേടിക്കാനുള്ള കാര്യം ആ ക്യാപ്പും ബോട്ടിലും ഒക്കെ കണ്ടപ്പോൾ എനിക്കും ചെറുതായിട്ട് ഇഷ്ടമൊക്കെ തോന്നി. സോ പ്രത്യേകിച്ച് ഞാൻ പുള്ളി ആൾ പറഞ്ഞതുകൊണ്ടും ഇവിടെ മേടിച്ചാണ്. ഇപ്പോൾ പുള്ളി സ്റ്റേയുടെ പ്രൊമോഷൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ പ്രൊമോഷൻ കണ്ടപ്പോഴത്തേക്കും ഐ ആം ഹെസിറ്റൻറ്റ് ടുവേർഡ്സ് ബൈങ് ദറ്റ്. ഇവൻച്വലി ഞാൻ ബൈ ചെയ്യുമായിരിക്കും. ബട്ട് എനിവേ ഇനി അനാവശ്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രസ്റ്റ്ഫുള്ളി വാങ്ങിക്കാൻ പറ്റുന്നില്ല. അത് വേറെ കാര്യം. അത് മേ ബി എന്നെപ്പോലുള്ളവരൊക്കെ ആയിരിക്കും പ്രശ്നം. പക്ഷേ ചില യങ്സ്റ്റേഴ്സ് ഉണ്ടായിരിക്കും പുള്ളിയെ വിചാരിച്ച് പുള്ളിയിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് പുള്ളിയെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അവർ കേൾക്കുമ്പോഴത്തേക്കും ചാടിക്കേറി അത് മേടിക്കും. ബിക്കോസ് ഈ ഒറിജിനലിൻ്റെ മണം അവർ വേറെ എവിടെയെങ്കിലും പോയി ട്രൈ ചെയ്ത് നോക്കി കാണത്തില്ല. അവർ തെറ്റിദ്ധരിക്കും. അതായത് കയാലിയുടെ സ്മെല്ലാണ് ഇവരുടെ പിസ്റ്റാഷ്യോ പോപ്പ് എന്ന് പറഞ്ഞ ഓംബ്രബ്ലിസിന് സാധനമുണ്ട്. അത് കയാലിയുടെ സ്മെല്ലാണെന്നാണ് അവർ പറയുന്നത്. ബ്രോ സത്യസന്ധമായിട്ട് ബ്രോയുടെ കയാലി ഉണ്ടല്ലോ, അടിച്ചു നോക്കിയിട്ടു സത്യസന്ധമായിട്ട് പറയുക അത് കയാലിയുടെ സ്മെല്ലാണോ? പോട്ടെ, കയാലിയുടെ ഒരു 80% DNA ഇതിലുണ്ടോ? 70%. എനിവേ അതൊക്കെ കേട്ടോ പോട്ടെ. ഈ സംഭവം പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു എഗെയിൻ ഞാൻ പറയുന്നത് ഒരു പുതുതായിട്ട് വന്നൊരാളാണ്. അയാൾക്ക് ഇത്തിരി പൈസയ്ക്ക് ആവശ്യമുണ്ട്. പുള്ളിക്കാരൻ ഏത് സാധനം കിട്ടിയാലും ഇനിഷ്യലി പ്രൊമോട്ട് ചെയ്യും. ഫൈൻ, ഒരു 10,000-12,000 20,000 25,000 എത്ര കിട്ടിയാലും പുള്ളി പ്രൊമോട്ട് ചെയ്യട്ടെ, നോ പ്രോബ്ലം. ബ്രോയ്ക്ക് ഐ ഡോണ്ട് തിങ്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന്. യു സീം വെരി വെൽ ഓഫ്. പിന്നെ നിങ്ങളുടെ ഈ ക്രെഡിബിലിറ്റി കാരണം നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഡീക്യാൻസ് ആൻഡ് വേറെ പല പെർഫ്യൂംസിൻ്റെയും നിങ്ങൾക്ക് പല രീതിയിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കച്ചവടം വരുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ള നിങ്ങൾ ഈ കാണുന്നതെല്ലാം കയറി പ്രൊമോട്ട് ചെയ്യണം. SAയുടെ മലബാർ ബ്രീസ് എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നൗ ഐ എം ഹെസിറ്റൻറ്റ്. ബട്ട് വാങ്ങിക്കണമെന്നല്ല, അതൊക്കെ ഞാൻ മേടിക്കും. ബട്ട് ഇങ്ങനൊരു കാര്യം ഒരു ബാഡ് എക്സ്പീരിയൻസ് ഒരിക്കലും ഉണ്ടാകുമ്പോൾ നമ്മൾ ഹെസിറ്റൻ്റ് ആവും. എനിക്ക് പ്രോയുടെ അടുത്ത് പേഴ്സണലി യാതൊരു വിരോധമില്ല. പുള്ളിക്കാരൻ്റെ ഒരുപാട് വീഡിയോസിൻ്റെ ഫാനാണ് ഞാൻ. ഐ റിയലി ലൈക്ക് ദ വേ ഹി ഡു ദോസ് ലൈഫ് സ്റ്റൈൽ തിങ്. പെർഫ്യൂം എന്നുള്ളതിലുപരി പുള്ളിക്കാരൻ ഒരു ലൈഫ് സ്റ്റൈലറാണ്. ആ ലൈഫ് സ്റ്റൈലിൻ്റെ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ വാച്ചസ്, പെർഫ്യൂംസ് അങ്ങനെയൊക്കെ ആണെങ്കിലും അതിൽ പെർഫ്യൂംസ് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. ഹി ഈസ് ഇൻ ടു ലൈഫ് സ്റ്റൈൽ ആൻഡ് അതിലും പെർഫ്യൂം, ഹൈ എൻഡ് ലക്ഷറി പെർഫ്യൂംസ് ആൻഡ് ഡിസൈനർ നീഷ് എല്ലാം പുള്ളിക്കാരൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഐ ആം മോർ ഓഫ് എ ഫ്രാഗ്രൻറ്റ് ഹെഡ്. അതായത് കൊടുക്കുന്ന പെർഫ്യൂമിന് ഒരു വാല്യൂ ഫീൽ ചെയ്യണം എനിക്ക്. മേ ബി ബിക്കോസ് ഐ എം ഫ്രം എ മിഡിൽ ക്ലാസ് അതിൽ നിന്ന് വന്നതുകൊണ്ട് അതിൻ്റേതായ ചിലപ്പം ഒരു പ്രോബ്ലം ആയിരിക്കാം. പക്ഷേ ആ വാല്യൂ ഫീൽ ചെയ്യാത്തിടത്തോളം
ഐ മേ റിയാക്ട് ലൈക്ക് ദിസ്. എനിവേ ഇത് പറയണമെന്നുണ്ടായിരുന്നു, അതിനുവേണ്ടി ഫസ്റ്റ് വീഡിയോ അതിലോട്ട് പോയി. നോ പേഴ്സണൽ ഹേറ്റ് ടുവേർഡ്സ് മിസ്റ്റർ അജ്മൽ ഖാൻ, ആൻഡ് ഇതൊരു റാൻഡായി പോകുന്നു. സോ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഞാൻ വേറെ വീഡിയോ ചെയ്യാം. ഐ ഡോണ്ട് വാണ്ട് ദിസ് ടു കണക്ട് ടു അതർ വീഡിയോസ്. നല്ല വാല്യൂ ഫോർ മണിയുള്ള പെർഫ്യൂംസും പിന്നെ ഈ ഓംബ്രെ ബ്ലിസ്സിനെ പറ്റി കൂടുതൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഐ ഡോണ്ട് ഹാവ് എനി പേഴ്സണൽ ഹേറ്റ് ടുവേർഡ്സ് ദ ബ്രാൻഡ് ഓൾസോ, ബിക്കോസ് അവരുടെ ഇപ്പോൾ ഞാൻ വാങ്ങിച്ച ബാച്ചിൻ്റെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് അഗെയിൻ. ഇനി ഐ ഡോണ്ട് തിങ്ക് സോ ബട്ട്, പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാച്ച് വേണമെങ്കിൽ ഒന്നുകൂടെ മേടിക്കാം, വേറെ ഒന്നുകൂടെ മേടിച്ച് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. പക്ഷേ അപ്പോഴും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച ആൾ എനിക്ക് പറഞ്ഞു, ഞാൻ ആര് പറഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നത് അവരെനിക്ക് പൈസ അയച്ചു തരണം. ഇപ്പോഴും എൻ്റെ ഇരിക്കുന്ന ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 30% കോസ്റ്റിന് തരാറില്ല വേണമെന്നുണ്ടെങ്കിൽ. കാരണം നോട്ട് ഗുഡ് ബ്രോ. പെർഫ്യൂം ഓംബ്രെ ബ്ലിസ്സിൻ്റെ അത്ര ദാറ്റ് ഈസ് വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞ സാധനം ഒട്ടുമില്ലാത്തൊരു പെർഫ്യൂമാണ്. ബെയർലി എന്ന് പറയുന്ന ഒരു 300-400 റുപ്പീസിൻ്റെ പെർഫ്യൂമാണ്. 300 റുപ്പീസ് കൊടുക്കാം അല്ലെങ്കിൽ ഒരു 400 റുപ്പീസ് കൊടുക്കാം. എനിക്ക് ആ പെർഫ്യൂം തരണമെന്നുണ്ടെങ്കിൽ ഓക്കെ. അതും ഞാൻ പറഞ്ഞില്ല, പാക്കിങ് ബോട്ടിലിനൊക്കെ വേണ്ടിയിട്ടാണ്, പെർഫ്യൂമിന് വേണ്ടിയിട്ടല്ല. കേസ് പെർഫ്യൂമിന് വേണ്ടി അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അവിടെ ഏത് പെർഫ്യൂമിനെ പറ്റി ചോദിക്കണമെന്നുണ്ടെങ്കിൽ പറയും, എനിക്കറിയാവുന്ന ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പെർഫ്യൂമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി ലീവ് ദാറ്റ്. നമ്മളെന്താ പറയാൻ വേണ്ടി വന്നത്? ഓക്കെ, അത്രേ ഉള്ളൂ തൽക്കാലം. ഇപ്പം ഓക്കെ, ടേക്ക് കെയർ, ഗുഡ് ഡേ. വേറെ വീഡിയോസുമായിട്ട് ഞാൻ വരാം. പ്രോപ്പർ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാം. അതൊന്നും പറയാൻ കാണത്തില്ല, ബിക്കോസ് ഞാനിതിപ്പം അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും പുതുതായിട്ടൊരു പേജ് തുടങ്ങി 0 ഫോളോവേഴ്സിലായിരിക്കും ചെയ്യുന്നത്. ഇത് കാണുന്ന ആദ്യത്തെ വ്യക്തി ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് താങ്ക് യു ഫോർ ബീയിങ് ദ ഫസ്റ്റ് സബ്സ്ക്രൈബർ ആൻഡ് ഫസ്റ്റ് വ്യൂവർ. എനിവേ താങ്ക്സ്.